ശബരിമല വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കലിൽ സർക്കാരിന് തിരിച്ചടി. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിലാണ് തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. സർക്കാർ ഭൂമിയല്ലെന്ന് പാലാ കോടതി പറയുന്നു. ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയാണെന്നാണ് കോടതി പറയുന്നത്. പാട്ട കാലാവധി കഴിഞ്ഞ ഭൂമി സർക്കാരിന്റേതാണെന്നായിരുന്നു വാദം. 2018-ൽ രാജമാണിക്യം കമ്മീഷൻ ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള ഭൂമി ഏറ്റെടുക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പാലാ കോടതിയിലേക്ക് കേസ് വന്നിരിക്കുന്നത്. അഖിലും സായികുമാറും വിവരങ്ങളുമായി. അഖിൽ, എന്താണ് ഇപ്പോൾ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സർക്കാർ ഭൂമിയല്ല എന്ന ഉത്തരവിലേക്ക് കോടതി എത്തുകയാണ്? സ്മൃതി തന്നെയാണ്. അത് 2019-ലാണ് ഈ ഇത് സംബന്ധിച്ചൊരു കേസ് പാലാ കോടതിയിലേക്ക് എത്തുന്നത്. അതായത് ഹൈക്കോടതിയിൽ സർക്കാർ സമീപിക്കുകയും അതിൽ തീർപ്പാക്കാൻ വേണ്ടി പാലാ കോടതിയിലേക്ക് ഈ കേസ് മാറ്റുകയുമായിരുന്നു. സർക്കാർ നൽകിയ ഒരു അപ്പീലാണ്. അതായത് ഈ ഭൂമി, ഈ തോട്ടഭൂമി എന്ന് പറയുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ആ തോട്ടഭൂമി എന്ന് പറയുന്നത് 2500-ഓളം വരുന്ന ഏക്കർ ഭൂമി എന്ന് പറയുന്നത് അത് കൃത്യമായി തന്നെ അത് സർക്കാരിൻ്റെതാണ്. അതായത് പാട്ട കാലാവധി അവസാനിച്ചതുകൊണ്ട് തന്നെ ഈ ഭൂമി സർക്കാരിൻ്റെതാണെന്നും അത് ഏറ്റെടുക്കും എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. പക്ഷേ അയന ചാരിറ്റബിൾ സൊസൈറ്റി പറഞ്ഞിരുന്നു അത് തങ്ങളുടെ ഭൂമിയാണ്, അല്ലെങ്കിൽ അത് പാട്ടഭൂമി കാലാവധി കഴിയുകയില്ലെന്നും സർക്കാർ ഭൂമിയായിരുന്നു, തങ്ങളുടെ ഭൂമിയാണെന്നും ഉള്ള കാര്യമാണ് മറുപടി വെച്ചത്. ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഈ കോടതി അത്തരത്തിൽ സർക്കാരിന് അനുകൂലം, അതായത് പാട്ടഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് തിരിച്ചടിയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകും. നമുക്കറിയാം, ഈ ഇത്രത്തോളം ഭൂമി, ഒരു വിമാനത്താവളത്തിനായി ഇത്രത്തോളം ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. ഈ വിമാനത്താവളം ഏറ്റെടുക്കുന്നതിൽ ഒരു വളരെ ചെറിയൊരു ശതമാനം ഒഴിച്ച്, അതായത് ഒരു 300 ഏക്കറോളം മറ്റേ ഭൂമി ഒഴിച്ച് മറ്റെല്ലാം തന്നെ ഈ എസ്റ്റേറ്റ്, ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഈ അയന സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അവരുടെ കീഴിൽ വരുന്ന ആ എസ്റ്റേറ്റ് ഭൂമിയായിരുന്നു ബാക്കി മുഴുവനായും വരുന്നത്. ഭൂരിഭാഗം വരുന്നതും ആ വിമാനത്താവളം ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ഭൂരിപക്ഷവും അത്തരത്തിലുള്ള ഭൂമി തന്നെയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഭൂമി സർക്കാരിൻ്റെതല്ല എന്ന് പറയുമ്പോൾ അത്തരത്തിൽ അത് വലിയ വില കൊടുത്ത് തന്നെ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും, അത് വാങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ വാങ്ങിയാൽ മാത്രമാണ് വിമാനത്താവളത്തിന്റെ തുടർ നടപടിയായി മുന്നോട്ട് പോകാൻ കഴിയുക. ഈ സാറ്റലൈറ്റ് സർവേ അടക്കമുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു സർക്കാർ എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി വന്നിരിക്കുന്നത്. വിമാനത്താവളത്തിന്റെ മറ്റ് നിർമ്മാണ പ്രവർത്തികളും, അതായത് റവന്യൂ സർവേ അടക്കം നടത്താൻ പോകുന്നതിനിടയിലാണ്, സർവേ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ഒരു തിരിച്ചടി സർക്കാരിനെ സർക്കാർ. സായി, ഇപ്പോൾ ശബരിമല വിമാനത്താവളം ഭൂമി ഏറ്റെടുപ്പിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്ന ഏത് സമയത്താണ് എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയത്തിൽ കൂടി ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് രാഷ്ട്രീയമായി കൂടി ബാധിക്കുക? തീർച്ചയായും സ്മൃതി, ഇത് സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളും ഇതൊരു പ്രധാനപ്പെട്ട വാഗ്ദാനമായി ജനങ്ങൾക്ക് മുന്നിൽ, തീർത്ഥാടകർക്ക് മുന്നിൽ വെച്ച ഒരു പദ്ധതിയാണ്. അതിലാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കോടതിയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ അത് സർക്കാർ ഭൂമിയല്ല എന്ന് പാലാ കോടതി, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 2019-ൽ ഈ കേസ് ഒരു സിവിൽ ഹർജിയായി പാലാ കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെ അത് വിശദമായി നിരവധി രേഖകളടക്കം പരിശോധിച്ചത് അന്തരിച്ച കെ പി യോഹന്നാൻ അടക്കം പ്രതി ചേർത്തുകൊണ്ടാണ് സർക്കാർ ഈ കേസുമായി മുന്നോട്ട് പോയത്. രാജമാണിക്യം സമിതി വിശദമായി പഠിച്ച് ഇതിൽ രേഖകൾ, അതായത് ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഹാരിസൺ മലയാളം ഈ ഭൂമി കൈമാറിയ സമയത്ത് സർക്കാർ ഭൂമി എന്നാണ് രേഖപ്പെടുത്തിയത്. അങ്ങനെ ഉടമസ്ഥാവകാശമില്ലാത്ത ഹാരിസൺ ഇത് കൈമാറ്റത്തിൽ തന്നെ വലിയ പാകപ്പിഴകളുണ്ട്, ന്യൂനതകളുണ്ട് എന്നൊക്കെ സർക്കാർ വാദിച്ചു. വലിയ അഡ്വക്കേറ്റിനടക്കം ഇരുവിഭാഗവും കൊണ്ടുവന്ന് വിശദമായി തന്നെ ഈ കേസിൽ 2019 മുതൽ വാദം കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ അതിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് പാലാ കോടതി ഏകദേശം 2263 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഒരു തടസ്സവും തർക്കവും ഉണ്ടായിരുന്നത്. അതിപ്പോൾ ആ രേഖകളൊക്കെ പരിശോധിച്ച് പാലാ കോടതി അത് സർക്കാർ ഭൂമിയല്ല എന്ന് പറയുകയും ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമിയാണ് എന്ന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പദ്ധതിയുടെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ച് തന്നെ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകില്ല. അതിപ്പോൾ സർക്കാർ ഭൂമിയല്ല എന്ന് പറയുമ്പോൾ ഇനി സർക്കാരിന് മുന്നിലുള്ള വഴി എന്ത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. സ്മൃതി, എന്തായാലും ഒരു വലിയ തിരിച്ചടി തന്നെയാണ് സർക്കാരിന് ഇന്ന് പാലാ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ശരി.